വാർത്തകളിലേക്ക് വിശദമായി. സന്ദർശക വിസയിലുള്ളവർക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ കഴിയില്ല എന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. മറ്റ് എമിറേറ്റുകളിലെ താമസ വിസയിലേക്ക് മാറിയവർക്ക് ദുബായ് ലൈസൻസ് പുതുക്കാനാകുമെന്നും RTA അറിയിച്ചു. UAE താമസക്കാർ 5 വർഷം കൂടുമ്പോഴാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കേണ്ടത്. UAE താമസ വിസ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയവർ പിന്നീട് തിരികെ സന്ദർശക വിസയിൽ വീണ്ടും എത്തിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ കഴിയില്ലെന്നാണ് RTA വ്യക്തമാക്കുന്നത്. രാജ്യത്ത് ലൈസൻസ് പുതുക്കാൻ താമസ വിസ നിർബന്ധമാണ്. ദുബൈയിലെ താമസ വിസയിൽ നിന്ന് മറ്റ് എമിറേറ്റ്സിലെ താമസ വിസയിലേക്ക് മാറിയാലും ലൈസൻസ് പുതുക്കാനാകും. എന്നാൽ മറ്റ് എമിറേറ്റുകളിലെ ലൈസൻസ് ദുബായിൽ പുതുക്കാൻ കഴിയില്ല. 2020 ജൂലൈയിലെ കണക്കുകൾ പ്രകാരം ദുബൈയിൽ 25 ലക്ഷം ആക്റ്റീവ് ലൈസൻസ് ഉണ്ടെന്നാണ് കണക്കുകൾ. ഇമിറാത്തികൾക്ക് 10 വർഷമാണ് ലൈസൻസ് കാലാവധി. എന്നാൽ പ്രവാസികൾ ഓരോ 5 വർഷം കൂടുമ്പോഴും ലൈസൻസ് പുതുക്കണം. കൃത്യമായ രേഖകളുണ്ടെങ്കിൽ വെറും 5 മിനിറ്റിനുള്ളിൽ ദുബൈയിൽ ഓൺലൈനായി ലൈസൻസ് പുതുക്കാനാകും. അംഗീകൃത കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ണുപരിശോധന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി RTA വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭ്യമാക്കണം. പിഴകൾ പൂർണ്ണമായും അടച്ച് ലൈസൻസ് പുതുക്കാൻ കഴിയും. 400 ദിർഹം മാത്രമാണ് ലൈസൻസ് പുതുക്കുന്നതിനായി വേണ്ടിവരിക. രേഖകൾ അധികാരികൾ റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ ലൈസൻസ് പുതുക്കാൻ കഴിയില്ല. ഗുരുതര നിയമലംഘനങ്ങളെ തുടർന്ന് ലൈസൻസ് റദ്ദാക്കുകയും 24 ബ്ലാക്ക് പോയിന്റ് ലഭിക്കുകയും ചെയ്താൽ NOC ലഭ്യമാക്കി പുതിയതായി പരിശീലനം നേടി ലൈസൻസ് ലഭ്യമാക്കണം. ലൈസൻസ് ലഭിച്ച് 10 വർഷങ്ങൾക്ക് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ വീണ്ടും റോഡ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ ലൈസൻസ് പുതുക്കാനാകൂ. News 18 ദുബായ്. ദുബായ് അൽസഫ മെട്രോ സ്റ്റേഷന്റെ പേര് മാറുന്നു. ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ എന്നാണ് ഇനി അറിയപ്പെടുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ഓൺ പാസീവുമായി ദുബായ് RTA കരാർ ഒപ്പുവച്ചു. ദുബായ് മെട്രോ റെഡ് ലൈനിലെ പ്രധാന മെട്രോ സ്റ്റേഷനുകളിൽ ഒന്നാണ് അൽസഫ. ഇനി മുതൽ അടുത്ത 10 വർഷത്തേക്ക് ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ എന്ന് അൽസഫ മെട്രോ സ്റ്റേഷൻ അറിയപ്പെടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ ഓൺ പാസീവ് കമ്പനിയുടെ പേരിൽ ബ്രാൻഡ് ചെയ്യാൻ RTAയുമായി കരാറിൽ ഒപ്പുവച്ചു. ദുബായ് മെട്രോയുടെ പല സ്റ്റേഷനുകളും ഇത്തരത്തിൽ നേരത്തെയും പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. അൽസഫയുടെ നേരത്തെയുള്ള പേര് നൂറ് ബാങ്ക് എന്നായിരുന്നു. സമാനമായ രീതിയിൽ കമ്പനികളുമായി ബ്രാൻഡിംഗ് കരാറിൽ ധാരണയായി 2 വർഷം മുൻപ് 5 സ്റ്റേഷനുകളുടെയും പേര് മാറ്റിയിരുന്നു. അൽ ഫാഹിദി ഷറഫ് DGയായും ഫസ്റ്റ് അബുദാബി ബാങ്ക് ഉമ്മുൽ ഷിഫായും മാറി. ദമാക് ദുബായ് മറീനയായും റഖീൽ അൽഹയിലായും റീബ്രാൻഡ് ചെയ്തിരുന്നു. ന്യൂസ് 18 ദുബായ്. കേരളത്തിന് പുറത്തിറങ്ങേറുന്ന ഏറ്റവും വലിയ മലയാള നാടകോത്സവമായ ഭരത് മുരളി നാടകോത്സവത്തിന് അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ തുടക്കം. മഹാമാരിയുണ്ടാക്കിയ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നാടകോത്സവം അരങ്ങേറുന്നത്. ജനുവരി 14 മുതലാണ് നാടകോത്സവം. കേരളത്തിൽ പോലും കാണാൻ കഴിയാത്തത്ര വീറും വാശിയോടും ജനപങ്കാളിത്തത്തോടും കൂടിയാണ് ഭരത് മുരളി നാടകോത്സവം വർഷങ്ങളായി അരങ്ങു തകർക്കുന്നത്. പ്രഗത്ഭരായ നാടക പ്രവർത്തകരെ വിധികർത്താക്കളാക്കിക്കൊണ്ട് അരങ്ങേറുന്ന നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട സംവിധായകരുമാണ്. ജനുവരി 14 മുതൽ 30 വരെ UAEയിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള 8 സംഘടനകൾ അവതരിപ്പിക്കുന്ന നാടകങ്ങളാണ് ഭരത് മുരളി നാടകോത്സവത്തിൽ അരങ്ങേറുക. പ്രശാന്ത് നാരായണൻ രചനയും സംവിധാനവും നിർവഹിച്ച് ISC അജ്മാൻ അവതരിപ്പിക്കുന്ന നവരാഷ്ട്രയാണ് ആദ്യ ദിനമായ ജനുവരി 14 അരങ്ങിലെത്തുക. ജനുവരി 31 കേരള സോഷ്യൽ സെന്ററിൽ വെച്ച് നടക്കുന്ന സമാപന ചടങ്ങിൽ ഭരത് മുരളി നാടകോത്സവത്തിന്റെ ഫലപ്രഖ്യാപനവും സമ്മാനദാനവും നടക്കുമെന്ന് കേരള സോഷ്യൽ സെന്ററിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് 18 അബുദാബി. ശബരിമലയിൽ അരവണ വിതരണം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അരവണയിൽ ചേർത്ത ഏലക്കയിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സന്നിധാനത്തെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥന് അക്കാര്യം ഉറപ്പുവരുത്തണം. പുതിയ അരവണ ഉണ്ടാക്കുമ്പോൾ കീടനാശിനി ഇല്ലാത്ത ഏലക്ക ഉപയോഗിക്കണമെന്നും ഇക്കാര്യം തിരുവനന്തപുരം സർക്കാർ ലാബിൽ പരിശോധന നടത്തി ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ചിന്റേതാണ് വിധി. അരവണയുടെ വിതരണം നിർത്തിവെച്ചുവെന്ന് സന്നിധാനത്തെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഹാനികരമായ ഈ ഏലക്ക ഒഴിവാക്കിയോ മറ്റു ഗുണമേന്മയുള്ള ഏലക്ക ഉപയോഗിച്ചോ വേറെ അരവണ തയ്യാറാക്കി വിൽക്കാൻ ഈ ഉത്തരവ് തടസ്സമല്ല. പുതിയ അരവണയുണ്ടാക്കുമ്പോൾ കീടനാശിനി ഇല്ലാത്ത ഏലക്കയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ശബരിമലയിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ വീണ്ടും അരവണ സാമ്പിൾ തിരുവനന്തപുരത്തെ അനലിറ്റിക്കൽ ലാബിലേക്ക് അയക്കണമെന്നും റിപ്പോർട്ട് കോടതി മുമ്പാകെ സമർപ്പിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്ത് കുഴപ്പമുണ്ടായാലും ഏലക്ക വിതരണം ചെയ്യുന്ന കരാറുകാരനും അതിൽ ബാധ്യസ്ഥരായിരിക്കുമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ എല്ലാ ദിവസവും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു. ഇത് പ്രതിരോധിക്കണം. ഭക്തരുടെ താൽപര്യം സംരക്ഷിക്കാൻ ഹൈക്കോടതിക്ക് ഉത്തരവാദിത്വമുണ്ട്.
കുഴിമന്തി വിഷബാധയും ഹൈക്കോടതി പരാമർശിച്ചു. ശബരിമല അരവണയിലെ ഏലക്ക ഭക്ഷ്യയോഗ്യമല്ലെന്ന് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയാണ് റിപ്പോർട്ട് നൽകിയത്. അനുവദനീയമായ പരിധിയിൽ കൂടുതൽ കീടനാശിനി സാന്നിധ്യമുള്ള ഏലക്ക ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സുരക്ഷിതമല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഏലക്കയിൽ കണ്ടെത്തിയത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 14 കീടനാശിനികളുടെ സാന്നിധ്യമെന്നും FSSAIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നിർത്തിവെച്ച അരവണ നിർമ്മാണം അർദ്ധരാത്രിയോടെ പുനരാരംഭിക്കും. ഏലക്കയ്ക്ക് ഗുണനിലവാരമില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് അരവണ വിതരണം നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടത്. ഇതോടെ 7 ലക്ഷത്തിലധികം പഴയ സ്റ്റോക്കുകൾ സീൽ ചെയ്ത് നീക്കി. രാത്രിയോടെ പുനരാരംഭിക്കുന്ന അരവണ നിർമ്മാണത്തിൽ ഏലക്ക ഇല്ലെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉറപ്പുവരുത്തിയ ശേഷമാകും വിതരണം ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് മുട്ട ഉപയോഗിച്ചുള്ള മയണൈസ് ഒഴിവാക്കാൻ തീരുമാനം. പകരം വെജിറ്റബിൾ മയണൈസ് ഉപയോഗിക്കാനും തീരുമാനമായി. ആരോഗ്യമന്ത്രിയും ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി വ്യാപാരി അസോസിയേഷനുമായുള്ള ചർച്ചയിലാണ് തീരുമാനം. ഭക്ഷ്യവിഷബാധ ഒഴിവാക്കാനാണ് നടപടി. എംപിമാരുടെ പരസ്യ പ്രസ്താവന തടയാൻ KPCC ലോക്സഭയിലേക്ക് മത്സരിക്കില്ലെന്ന് എംപിമാർ പ്രഖ്യാപിക്കുന്നത് തടയും. എംപിമാർ സ്വയം പിന്മാറ്റം നടത്തുന്നതിനെ നിരുത്സാഹപ്പെടുത്തും. പരസ്യ പ്രസ്താവന നടത്തുന്നവർക്ക് താക്കീത് നൽകും. ഫണ്ട് സമാഹരണത്തിന് ചലഞ്ച് ഏർപ്പെടുത്തും. 138 രൂപ വീതം സമാഹരിക്കാനാണ് KPCC തീരുമാനം. മുഖ്യമന്ത്രിയാകാൻ തയ്യാറെന്ന ശശി തരൂരിന്റെ പ്രതികരണത്തിനെതിരെയും കോൺഗ്രസ് ഹൈക്കമാൻഡ്. അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ മുന്നറിയിപ്പ് നൽകി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ കേരളത്തിൽ നിന്നുള്ള എംപിമാരാണ് ലോക്സഭയിലേക്ക് തങ്ങൾ മത്സരിക്കാനില്ലെന്ന അസാധാരണ പ്രസ്താവനയുമായി നേതൃത്വത്തെ വിഷമസന്ധിയിലാക്കിയത്. കടുത്ത അതൃപ്തിയാണ് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉള്ളത്. ശശി തരൂരാകട്ടെ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇത് കോൺഗ്രസിന്റെ രീതിയല്ലെന്നായിരുന്നു കേരളത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. See that the party there is some process for the election of the candidate, selection of the candidate, so they should go accordingly. TN പ്രതാപനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതും നേതൃത്വം തള്ളുന്നു. Any person, any leader can he has a choice and he go to the high command, but ultimately decision is with the high command. Who will contest or who will not contest, this decision only can take by high command. മുഖ്യമന്ത്രിയാകണമെന്ന് ആർക്കും ആഗ്രഹിക്കാമെന്നായിരുന്നു ഹൈബി ഈഡന്റെ പ്രതികരണം. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് പാർട്ടി അതിനുവേണ്ടി നിയോഗിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവാമല്ലോ. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ല. എനിക്ക് വല്ല കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടനൊന്നും K സുധാകരനെ മാറ്റില്ലെന്ന സൂചനയും താരിഖ് അൻവർ നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. 2026 മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ ആലോചിക്കേണ്ട വിഷയമല്ല എന്ന് ശശി തരൂർ. എല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. കെട്ടിടം കെട്ടിപ്പൊക്കിയതിനു ശേഷം മുകൾ നിലയിലെ ഫർണിച്ചറിനെ പറ്റി ചിന്തിച്ചാൽ മതിയാകും. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടാണ് പ്രതികരിക്കുന്നതെന്ന് താരിഖ് അൻവറിന് മറുപടിയായി തരൂർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടോ എന്ന് അവരോടാണ് ചോദിക്കേണ്ടത്. പരിപാടികൾ പങ്കെടുക്കുന്നത് സംഘാടകർ ക്ഷണിച്ചതുകൊണ്ടാണ്. താരിഖ് അൻവറിനോടും ഹൈക്കമാൻഡിനോടും തർക്കമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട്. ആ മുഖ്യമന്ത്രിക്ക് നല്ലൊരു ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ 2026 വരെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്ത ചെയ്യാനേ ആവശ്യമില്ല. നമുക്ക് ശരിക്കും ചർച്ച ചെയ്യാൻ ആവശ്യമില്ല. സമയം വരട്ടെ. എന്തായാലും ഇത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി ആവാൻ ഒരു പാർട്ടിക്ക് ഒരു ഭൂരിപക്ഷം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനൊരു ഭൂരിപക്ഷം ഉണ്ടാവണം. അതൊക്കെ വരട്ടെ. നമുക്കിങ്ങനെ ഒരു കെട്ടിടം കെട്ടുന്ന മുമ്പ് തന്നെ ടോപ്പ് ഫ്ലോറിലത്തെ ഫേർണിച്ചറിനെ മാറ്റാൻ തുടങ്ങണം. വരട്ടെ. എല്ലാവർക്കും അവർ സ്വന്തം അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ. അതൊരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഇത് അഭിപ്രായമേ ഇല്ല ഇതില്. എനിക്ക് ഹൈക്കമാൻഡിനൊപ്പോ താരിഖ് അൻവറിനൊപ്പോ ഒരു തർക്കമില്ല. സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോര് രൂക്ഷം. വിസയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി 4 ഉപസമിതിയെ സിൻഡിക്കേറ്റ് നിശ്ചയിച്ചു. ഗവർണറും വൈസ് ചാൻസലറും തമ്മിലുള്ള എല്ലാ കത്തിടപാടുകളും സിൻഡിക്കേറ്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന വ്യവസ്ഥ നിർബന്ധമായി പാലിക്കണമെന്നും യോഗം തീരുമാനിച്ചു.
സാങ്കേതിക സർവകലാശാലയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് VCയെ നിയന്ത്രിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ചത്. CPM നേതാവ് PK ബിജുവിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ ഉപസമിതിയെയാണ് നിയമിച്ചത്. ദൈനംദിന കാര്യങ്ങൾക്ക് VCയുടെ സഹായത്തിനാണ് ഉപസമിതി എന്നാണ് സിൻഡിക്കേറ്റ് വിശദീകരണം. KTU ചട്ടമനുസരിച്ച് വൈസ് ചാൻസലറുടെ അധികാരങ്ങൾ പരിമിതമാണെന്നും എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും സിൻഡിക്കേറ്റ് അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നും സിൻഡിക്കേറ്റ് ഓർമ്മിപ്പിച്ചു. ഗവർണറും വൈസ് ചാൻസലറും തമ്മിലുള്ള എല്ലാ കത്തിടപാടുകളും സിൻഡിക്കേറ്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന വ്യവസ്ഥ നിർബന്ധമാക്കിയത് ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറെ വീണ്ടും ചൊടിപ്പിച്ചേക്കും. അജണ്ടയിൽ ഇല്ലായിരുന്നുവെങ്കിലും നിയമനത്തിനായി പുറത്തിറക്കിയ വിജ്ഞാപനവും യോഗത്തിൽ ചർച്ചയായി. നിയമനങ്ങൾ ചട്ടവിരുദ്ധമാണെങ്കിൽ ഇന്നു തന്നെ എല്ലാ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിടണമെന്ന് സിൻഡിക്കേറ്റ് നിലപാടെടുത്തതോടെ VC വെട്ടിലായി. മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ടാൽ സർവകലാശാല ഭരണം അവതാളത്തിലാകും. യോഗത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട VCക്ക് ഗവർണർ മാത്രമാണ് ഇനി ഏക പിന്തുണ. വിഷയത്തിൽ ചാൻസലർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ പ്രിയ വർഗീസ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിൽ തന്നെ അയോഗ്യയാക്കിയ ഉത്തരവിനെതിരെയാണ് അപ്പീൽ. 11 വർഷത്തെ അധ്യാപന പരിചയം തനിക്കുണ്ട്. UGC ചട്ടപ്രകാരം നിയമനത്തിന് യോഗ്യതയുണ്ട്. സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർ ചുമതല അധ്യാപനമല്ലെന്ന കണ്ടെത്തൽ തെറ്റാണെന്നും അധ്യാപനം 4 ചുവരുകൾക്കുള്ളിലെ പഠിപ്പിക്കലാണെന്ന് ജഡ്ജ് ധരിച്ചുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. അധ്യാപന പരിചയത്തെ വിലയിരുത്തുന്നതിൽ സിംഗിൾ ബെഞ്ചിന് വീഴ്ച പറ്റിയെന്നും നിയമപരമല്ലാത്ത വിധി റദ്ദാക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഓപ്പറേഷൻ സുപാരി എന്ന പേരിലാണ് നടപടി. സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവിന്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ സുപാരി ആരംഭിച്ചത്. ക്രിമിനൽ സംഘങ്ങളുടെ ഫോട്ടോ അടക്കം ശേഖരിച്ച് പേഴ്സണൽ പ്രൊഫൈൽ തയ്യാറാക്കും. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കായി ഗുണ്ടകളെ ഉപയോഗിക്കുന്ന ബിസിനസ്സുകാർക്കെതിരെയും നടപടി ഉണ്ടാകും. ചുങ്കത് ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. CR മഹേഷ് MLAയും ചുങ്കത് ജ്വല്ലറി ചെയർമാൻ CP പോളും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഫാദർ സൈജു സൈമൺ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ ഭൂമിയില്ലാത്ത ലൈഫ് മിഷൻ ലിസ്റ്റിലെ ഏറ്റവും അർഹതയുള്ള പാവപ്പെട്ട 55 കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു. MLAമാരായ ഡോക്ടർ സുജിത് വിജയൻപിള്ള, CR മഹേഷ്, മുനിസിപ്പൽ ചെയർമാൻ കോട്ടയിൽ രാജു എന്നിവർ തെരഞ്ഞെടുത്ത ഗുണഭോക്തൃ ലിസ്റ്റ് പ്രകാരമാണ് ഭവന സഹായമെന്ന് ജ്വല്ലറി ഉടമ രാജു പോൾ പറഞ്ഞു. സ്വന്തം കുടുംബത്തിന്റെ കാര്യവും മാത്രമല്ല, സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനോട് ചേർന്ന് ആ നാടിൻ്റെ വികസനത്തിൽ കൂടി ചുങ്കത്തിനൊരു പങ്കുണ്ടാവണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഇന്ന് 55 വീടുകൾക്ക് പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് 35 വീടുകൾക്ക് കൂടി അതിൻ്റെ വർക്ക് ചാലുവാക്കുകയാണ്. ഇതോടുകൂടി 55 വീട് പൂർത്തിയാവും. ലൈഫ് മിഷൻ്റെ പദ്ധതിയിൽ ഏറ്റവും ലോ പ്രയോറിറ്റി കിടന്ന 55 വീടുകളെടുത്ത് പെട്ടാണ് നമ്മളിത് ചെയ്തു തുടങ്ങിയത്. MLAമാരുടെയും മുനിസിപ്പൽ ചെയർമാൻ്റെയും സാക്ഷ്യപത്രത്തോടുകൂടി വരുന്ന അപേക്ഷകൾക്കാണ് നമ്മൾ ചെയ്തത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബാൻഡ് മേള മത്സരം സംഘടിപ്പിച്ചു. 12 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള.